മുടിയാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒത്തിരി നാളായി നമ്മളൊരു വ്ളോഗ് കണ്ടിട്ട്. വേറൊന്നുമല്ല, ഈ കഴിഞ്ഞ 3 months എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര തിരക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കുറേ സമയമായിരുന്നു. ഫൈനൽ ഇയർ ആയതിൻ്റെ ഡെസർട്ടേഷൻ, കോൺസേർട്ട്, അങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങളൊക്കെ ഇൻസ്റ്റ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഒന്നിനും സമയം കിട്ടിയെന്നല്ല, അതിനൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അതൊന്നും ചെയ്യാൻ. കുറച്ച് ടെൻഷനിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. സോ ഇന്നത്തെ വ്ളോഗ്, ഇന്ന് മുതൽ ഇനി എനിക്ക് വ്ളോഗൊക്കെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് മെസ്സേജസ് ആസ്കിങ് എവിടെയാണ്, എന്താണ്, പാലും ഓക്കെ അല്ലേ, അമ്മ ഓക്കെ അല്ലേ, അച്ഛൻ ഓക്കെ അല്ലേ, ആർക്കും ഒന്നും ഒരു കുഴപ്പമില്ല, എല്ലാവരും ദ വെരി ഹാപ്പി. പാലുക്കുട്ടിയൊക്കെ നടന്നു തുടങ്ങി. നിങ്ങൾ തൊട്ട് മുമ്പ് ഞാനിട്ട് ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആൻഡ് സംസാരിക്കാനും തുടങ്ങിയിട്ടില്ല, നടന്നു തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിട്ടൊരു വ്ളോഗാണ്. ഇന്ന് എൻ്റെ ഫെയർവെൽ ആണ്, ഞങ്ങളുടെ കോളേജിൻ്റെ ഫെയർവെൽ ആണ്. സോ ഐ ഹാവ് നോ ഐഡിയ എന്താണ് നമ്മുടെ ജൂനിയേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദേ ഓൾറെഡി ഹാഡ് സോ മച്ച് ഓഫ് പ്ലാൻസ്. ഇന്നലെ മീറ്റിംഗ് എന്തോ ഉണ്ടായിരുന്നു അവർക്കെന്ന് തോന്നുന്നു. ആൻഡ് അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇന്ന് 10 മണിയായപ്പോൾ നിങ്ങൾ എത്തണം എന്ന് സീനിയേഴ്സ് നമ്മളോട് പറഞ്ഞു. സോ നമ്മൾ വെരി എക്സൈറ്റഡ്. ഭയങ്കര മിക്സഡ് ഇമോഷണൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് എനിക്കിത്. കാരണം എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞു. അതായത് ഇനിയൊരു കോളേജിൽ പോയിട്ടുള്ളൊരു പഠിത്തമൊന്നും എനിക്ക് പറ്റില്ല. ആൻഡ് ഐ എം വെരി ഹാപ്പി. ഇനി പോയി പഠിക്കണ്ടല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മിസ് ചെയ്യും. പഠിക്കുന്നൊരു ആ ഒരു ടൈമൊക്കെ നല്ലോണം കഴിഞ്ഞു. ഇനിയില്ല. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടാവുള്ളൂ. കോളേജിൽ പോയിരുന്നുള്ള പഠിത്തമൊന്നും ഇനി എന്തായാലും ഉണ്ടാവത്തില്ല. സോ നമ്മുടെ ഇവിടുത്തെ കോളേജ് ജീവിതം എൻ്റെ അവസാനിക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഇല്ല എന്ന് പറയുന്നില്ല, വിഷമം നല്ലോണം ഉണ്ട്. നമുക്ക് എന്തൊക്കെ ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയെന്ന് പറഞ്ഞാലും കോളേജും സ്കൂൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അതങ്ങനെയാണ്. പിരിയുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് നമുക്ക് മോശം അനുഭവങ്ങളുണ്ടെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളും നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ എനിക്ക് എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫും എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിലാണ് എനിക്ക് ഒരുപാട് ഇഷ്യൂസൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കോളേജിലും കാര്യങ്ങളും. ആ ഒരു ടൈമിൽ ലാസ്റ്റ് 2 years എനിക്ക് എൻ്റെ കോളേജ് ലൈഫൊന്നും അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ റേവയിൽ വന്നതിന് ശേഷം നമുക്കുള്ള കൂട്ടുകെട്ടിൽ വളരെ ഹാപ്പി ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയത് എനിക്ക് ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ്. സോ എന്താ പറയുക, പ്രിറ്റി പ്രൗഡ് ഓഫ് മൈസെൽഫ്. കാരണം ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ് ഇപ്പോൾ പല കാര്യങ്ങൾക്കും. അതൊക്കെ പഠിപ്പിച്ചത് ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് വിട്ട് ഞാൻ ഇനി പോവില്ല. ഇവിടെയൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്ത് ക്ലാസ്സൊക്കെ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ജീവിതം തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസം. അപ്പം അങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ബട്ട് റേവേലെ ജേർണി ഈസ് അബൌട്ട് ടു എൻഡ്. അതിൽ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ ഒരു മിക്സഡ് ഇമോഷനാണ്. ഇന്ന് ഫെയർവെല്ലാണ്. ജൂനിയേഴ്സ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ റൂമൊക്കെ ആക്ച്വലി ഭയങ്കര മെസ്സിയാണ്. കാരണം ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള ടൈമില്ല. വേറെ ഒന്നുമല്ല, ഈ ഡെസർട്ടേഷൻ കോൺസേർട്ട് എന്ന് പറയുമ്പോൾ ആ സമയം മുതലേ ഫുള്ള് നമ്മൾ തന്നെ ഒരു മെസ്സായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ക്ലീനിങ് ഒന്നും നടന്നില്ല. പിന്നെ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. സോ അതിൻ്റെ പെട്ടിയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എല്ലാം പുറത്തിരിക്കുവാണ്. അപ്പം അങ്ങനെ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് എന്തോ അങ്ങനെ തീമും കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് എനിക്ക് അമ്മ വാങ്ങി തന്ന ഒരു, നമ്മുടെ ട്രെൻഡ്സിൽ നിന്നാണ് വാങ്ങി തന്നൊരു ഫ്രോക്ക്. ഈ ഒരു ഫ്രോക്ക് ഞാൻ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടെ പോയിരുന്ന് എൻജോയ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഈ ഫ്രോക്കാണ് എടുത്തുകൊണ്ട് വന്നത്. നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചതാട്ടോ നാട്ടിൽ. അപ്പോൾ കണ്ടിട്ട് 3 മാസം ആയതുകൊണ്ട് അമ്മ ഇതൊക്കെ വാങ്ങി വെച്ചു. പിന്നെ എനിക്ക് 2-3 കുർത്ത സെറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനത്തെ സെറ്റ് ഇടുള്ളൂ, അമ്മ സ്റ്റിച്ച് ചെയ്യില്ല. ഇങ്ങനെ സെറ്റ് കോട്ട് സെറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ കോഡ് സെറ്റ്സ് ഒക്കെ എവിടെ നിന്നാണ് എന്നുള്ളത്. ഗ്ലിറ്റ് ഇന്ത്യ ഫാഷനിൽ നിന്നാട്ടോ കൂടുതൽ അമ്മ എടുക്കുന്നത്. പിന്നെ കുറേ 2-3 കടയും കൂടെ ഉണ്ട്, അവർക്ക് ഓൺലൈൻ സൈറ്റ്സും ഉണ്ട്. വേണമെന്ന് പറയുകയാണെങ്കിൽ അതൊരു അമ്മയുടെ കോഡ് സെറ്റ്സ് ഞാനൊരു വ്ളോഗായിട്ട് എടുത്തരാം, കാരണം കുറേ ഉണ്ട് ആളുടെ കയ്യിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നന്ദു ഈസ് ഓൺ ദ വേ. അങ്ങനെ എന്നിട്ട് ഒരുമിച്ച് നന്ദുവിൻ്റെ കൂടെ റെഡി ആയിട്ട്, അവൾ എന്തോ സാരിയാണ് ഉടുക്കുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും സാരിയല്ലേ, അപ്പോൾ എനിക്കിന്ന് സാരി മൂഡല്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ബി ഫ്രീ ബേ ടുഡേ. ഒരു ടെൻഷനും ഇല്ലാതെ എനിക്കിങ്ങനെ നടക്കണം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് നടക്കണം. ഫ്രോക്കൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാൻ നടക്കണം, അത്രേ ഉള്ളൂ. യെസ്, അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഐ വിൽ ടേക്ക് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും, കാരണം നമ്മുടെ ലൈഫിലൊരു മെമ്മറി അല്ലേ. So I will keep this as a memory and I will try to capture each and every moments what is going to happen in college. Yes. ഞാനൊരു ഹെലിക്സ് കുത്തിയത് നിങ്ങൾ അറിഞ്ഞായിരുന്നു? എന്നും പറഞ്ഞില്ല, ഞാൻ ആരുടെ അപ്ഡേറ്റ് ചെയ്തില്ല. കുത്തി, പിന്നെ മൂക്കുത്തിയത് റൈറ്റിലേക്ക് ആക്കി. ഈ സൈഡിലെ മൂക്കുത്തി എൻ്റെ അമ്മമ്മ പറഞ്ഞു ഭയങ്കര ബോറായിട്ടുണ്ട് രണ്ടും. അങ്ങനെ ഒരെണ്ണം ഞാൻ ഊരി വെച്ചു. ഇതൊന്ന് പഴുത്തത് മാറിക്കഴിയുമ്പോൾ ഞാൻ വലിയ മൂക്കുത്തി ഇവിടെ ഇടും. അപ്പം പിന്നെ അത് മാത്രം, ഇപ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടാവും അല്ലേ. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ നോക്കി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. സോ ബെറ്റർ ഞാനിപ്പോൾ പോയി മെയിൽ എഴുതാം. പിന്നെ ഇന്ന് കർക്കിടകം 1 രാമായണ മാസം തുടങ്ങുകയാണ്. എല്ലാവർക്കും ആരോഗ്യപരമായൊരു ദിവസം ഞാൻ നേരുന്നു. എല്ലാവരും നന്നായി വാ. ഓക്കെ, ശരി. ഇത് കണ്ടപ്പോൾ ഇതൊക്കെ തീർത്തു. ഒരു ദിവസം കൊണ്ട് ക്യാഷ് തീർക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. ഓക്കെ, ബൈ. ഇനി ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ട് കാണാം. യെസ്, അപ്പോൾ ഇതാണ് എനിക്ക് എൻ്റെ അമ്മ. ഓക്കെ, ഇതാണ് അപ്പോൾ എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്ന ഡ്രസ്സ്. ഇതൊരു ക്രീം കളറിൽ ബ്ലാക്ക് കളർ ഫ്ലവേഴ്സൊക്കെ ഉള്ളൊരു ബ്ലാക്ക് കളർ ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ഡ്രസ്സാണ്. ആംഗിൾ വരെ ഉണ്ട്. യെസ്, ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ കെയറിന് തൊട്ട് മുമ്പായിട്ട് ഞാനിതിന് എന്തൊക്കെ ഇടാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ മാല പെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നല്ല മാച്ച് ഉണ്ടാവും. നമ്മൾ ഹാളിലേക്ക് വന്നു. നന്ദു വന്നിട്ടുണ്ട്. അവൾ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുക. നന്ദു അത് സാരി, അതിൻ്റെ സ്കിൻ കെയറും മാലയും കമ്മലും ക്ലിപ്പൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ചാർജ് കൂടെ കുത്തിയിട്ടിട്ട് വീഡിയോ എടുക്കാം. വേറൊന്നുമല്ല. അല്ലാന്നുണ്ടെങ്കിൽ കോളേജ് എന്ന വീഡിയോ എടുക്കാൻ ചാർജ് ഉണ്ടാവില്ല. നിങ്ങളെൻ്റെ ചാർജർ കണ്ടിട്ടുണ്ടോ? കുത്തിയിരട്ടെ. നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം.
പിന്നെ ഡോറ് തുറന്ന ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ ഒരു ചെറിയ വൈറ്റ് ബോക്സ് ഉണ്ടടി, വൈറ്റ് ട്രാൻസ്പെറന്റ് ബോക്സ് അതിനകത്ത്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ, നല്ല കളറ്. ഇത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണോടി നീ കംപ്ലീറ്റ്? എന്ത് എന്താ മാമിനെ പോലെ സംസാരിക്കാൻ? വ്ലോഗാണോ ഇത്? നമ്മുടെ എന്താ എലിക്സ് ഒക്കെ കുത്തിയിട്ട് മാളുവിന്റെ ഗ്ലാസ് ആണ് കേട്ടോ. പക്ഷെ ഇതിപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്നു, കാരണം അത് മാള് പറയാൻ വെമ്പുന്നു. എന്തിനാ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു ബീറ്റ്സ് റൂമുണ്ട്. നമ്മുടെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിലല്ല, പുറത്ത് നമ്മുടെ വലിയ വലിയ പ്രൊഡക്ഷനൊക്കെ നടക്കുമ്പോൾ പ്രാക്ടീസ് നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ജൂനിയേഴ്സ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചേച്ചി ആക്ച്വലി ഭരതനാട്യമാണ്, ഷീസ് നോട്ട് എ മലയാളി. പക്ഷെ ഞങ്ങൾ എപ്പോഴും കണ്ടാൽ ചിരിക്കും, പക്ഷെ സംസാരിക്കാറില്ല. അപ്പോൾ ഒരു അവസരം വന്നപ്പോൾ പുള്ളിക്കാരി പറയായിരുന്നു വി ഡോണ്ട് ഹാവ് എനി സെൽഫി ടുഗദർ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് ചേച്ചിയുടെ പേര് ഓർമ്മയില്ല. ബട്ട് യാ, അതങ്ങനെ ഒരു റിലേഷൻ. നമ്മളെപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ചിരിക്കും, സംസാരിക്കും, പക്ഷേ നമ്മൾ ചിരിക്കും പക്ഷെ സംസാരിക്കത്തില്ല അങ്ങനെ. അപ്പം നമുക്ക് ഫ്രൂട്ടിയൊക്കെ തന്നു, ബിസ്ക്കറ്റ് തന്നു, ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ തന്നു കേട്ടോ അവർ. Wonderful, and not wearing your practice sari. Happy, no? Sari. Yes. Rakshi. നല്ലോണം കേറാവോ? They say every beginning has an end, but not to ours, not to dancers. I hope you all agree. We dance till we die. Yes. And the rhythm is always there. And to the singers as well. I guess we keep singing even in our deathbed.
അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാലോ, നമ്മൾ സിനിമാ പാട്ടുകളിടും, സിനിമാ പാട്ടിട്ടാൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മുതൽ. അപ്പോൾ ഇതെൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. പിന്നെ കൂച്ചിപ്പുടിക്കാരുണ്ട്, മോഹിനിയാട്ടക്കാരില്ല, മീര, നിത്യ, സന, ലതാൻഡി ഒക്കെയാണ്. അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആളുടെ പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ബിസ്ക്കറ്റ് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തു. ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് താഴെ വിടാതെ അത് വായിൽ കൊണ്ടുവന്നിട്ട് കഴിക്കണം, അതായിരുന്നു ടാസ്ക്. സോ എല്ലാവരുടെയും പോയി ലാസ്റ്റ് മീര മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ പാവ അവളുടെ പല്ലിൽ കമ്പി ഇട്ടിരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അത് തട്ടിയാണെന്ന് തോന്നുന്നു. അവൾക്കത് മിസ്സായോ? മിസ്സായി ഒബ്വിയസ്ലി. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് അങ്ങനെ ഉണ്ടായിരുന്നു, ഇനിയുണ്ട് ഗെയിംസ്. അപ്പോഴേക്കും നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ഒരു റാം വാക്ക് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഇസ് ആശാ മാം, ഷീ ഇസ് എ ഭരതനാട്യം ഫാക്കൽറ്റി ദെയർ. അപ്പോൾ ടീച്ചേഴ്സ് ഓരോരുത്തവരായിട്ട് ഇൻഡിവിജ്വലി വന്നിട്ട് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പോവുക. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ അവർ വെച്ചതാണ്, അവർ പ്ലാൻ ചെയ്തതാണ്. സോ ഹിയർ കംസ് ആരാണ് ഞങ്ങളുടെ അനുഷാക്ക ഞങ്ങളുടെ ഡാൻസ് തിയറി, ഞങ്ങളുടെ സീനിയർ ആയിരുന്നു അക്ക. അവിടെ തന്നെ പിന്നെ പഠിപ്പിക്കാനായിട്ട് കയറി. അപ്പോൾ ഭരതനാട്യം ഡാൻസറാണ് കേട്ടോ. അപ്പോൾ അനുഷാക്ക ആക്ച്വലി ഭയങ്കര വൈബാണ്, അങ്ങനെ ടീച്ചർ വൈബൊന്നുമല്ല. ഓക്കെ, ഹിയർ കംസ് ഇതും നമ്മുടെ സീനിയറാണ് ആതിര ചേച്ചി. ഇപ്പോൾ കൂച്ചിപ്പുടി ഫാക്കൽറ്റിയാണ് അവിടെ. അപ്പോൾ ചേച്ചിയും അവിടെ ഭയങ്കരമായിട്ട് റാം വാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അടുത്തത് വരുന്നു എൻ്റെ അഖില മാമിന് തന്നെ വരാൻ പഠിച്ചിട്ടാണോ എന്നറിയില്ല. അവിടെ തിയേറ്റേഴ്സ് സുധൻവ സാറിൻ്റെ കൂടെ ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ മാസമായിട്ടൊരു വരവായിപ്പോയി. സോ നെക്സ്റ്റ് കം അവർ സൈക്കോളജി ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫാക്കൽറ്റി. അതിൽ റെഡ് സാരി സൈക്കോളജി അനുഷ മാം ആൻഡ് ദ ബ്ലൂ വൺ ഇസ് സുഗന്ധി മാം. അനുഷ മാം ഭയങ്കര സ്മാർട്ടായിട്ട് വരുന്നു, സുഗന്ധി മാമിന് കുറച്ച് ചമ്മലാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറാണ്, പുതിയതാണ്, അധികം ജോയിൻ ചെയ്തിട്ട് അധികം നാളായിട്ടില്ല. മാമിന് ഭയങ്കര ചമ്മലായതുകൊണ്ട് ആതിര മാമിൻ്റെ കൂടെ വരികയാണ് കേട്ടോ. ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒന്ന് വന്നു, എല്ലാവരെയും വെറുതെ ഗ്രീറ്റ് ചെയ്തു. ഇതൊക്കെ ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഷോ സ്റ്റോപ്പർ ആരാണെന്നൊന്നും ചോദിക്കരുത്, ജസ്റ്റ് അതങ്ങനെ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എൻ്റെ ടാസ്ക് ഇതായിരുന്നു. അതായത് എനിക്ക് അഭിനയിക്കുന്നതും മുദ്രകൾ കാണിക്കുന്ന പരിപാടി ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. പാട്ട് ഞാൻ കണ്ടുപിടിച്ചു, കണ്ണോട് കണ്ണോരെന്ന് പറഞ്ഞ പാട്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ട് ഹിമയായിരുന്നു അവിടെ നിന്നിരുന്നത്. അപ്പോൾ അവൾക്ക് എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്ന പാട്ടായതുകൊണ്ട് അവളത് പ്ലേ ചെയ്തു. ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജൂനിയേഴ്സ് ഭരതനാട്യം സ്റ്റുഡൻസ് ആണ്, അശ്വിത, നിക്കിത ആണെന്ന് തോന്നുന്നു. അവർ എല്ലാവരും കൂടെ അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അവർ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് അവർ ഒരു ട്രീറ്റ് നമുക്ക് തന്നിരുന്നു. നല്ല രസമായിരുന്നു അവരുടെ പെർഫോമൻസ്. അങ്ങനെ 2-3 ടീമുകാരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് എന്താ പറയുക, സ്ക്രീനിൽ നമുക്കൊരു ടീച്ചറിൻ്റെ ഫോട്ടോ, ടീച്ചറിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിൻ്റെ രൂപം മാത്രം കാണിച്ചിട്ട് അത് ഏത് ടീച്ചേഴ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ടാസ്ക് ആയിരുന്നു. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വൃന്ദ മാം, ഇപ്പോൾ അവരാരും ഇല്ല, വൃന്ദ മാം, അശ്വിനി മാം, ദത്ത സർ, ശ്രുതി മാം, എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ടൊക്കെ അങ്ങനെ കാണിച്ചൊക്കെ തന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് എടുത്ത് വെച്ചു. എന്ത് ചെയ്യാനല്ലേ. ഓക്കെ, അപ്പോൾ വേറൊന്നും എൻ്റെ ഹെലിക്സ് കുത്തിയിരിക്കുന്നത് കൊണ്ടേ അതിൽ മുടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സർപ്രൈസായിട്ട് ഇവളുടെ ഒരു ഡാൻസ്, എനിക്കറിയില്ലായിരുന്നു ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മളിവരെ എല്ലാവരെയും പ്രാക്ടീസ് ആരിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ കളിച്ചല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. എനിക്കാണിതൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ ഒരു ടാസ്ക് കിട്ടിയപ്പോൾ അവൾ ആകെ തകർത്തു. ബാക്കിൽ വൈഷ്ണവി ചെയ്യണു, അത് സുമാക്ക, ഷീസ് ഭരതനാട്യം. ഹിയർ കംസ് നെക്സ്റ്റ് ടീം. ഞങ്ങളുടെ മാളു ഒക്കെ ഉണ്ട്. മാളുവിനൊക്കെ ഇത് ഏതായിരുന്നു പാട്ട് എനിക്ക് ഓർമ്മയില്ല, എനിക്കൊന്നും ഓർമ്മ. ഇത് ലോങ് ബാക്ക് വീഡിയോ ആണ് ഗൈസ്. ഇത് 3-4 മാസം മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബൊക്കെ ശരിയായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടതാണ്. അപ്പോൾ ഇത് എൻ്റെ ക്ലാസ്മേറ്റാണ് നടുക്ക് നിൽക്കുന്നത്, അവന്തിക. ദെൻ ഹിയർ കംസ് ഷീന, അങ്ങേയറ്റത്ത് മാളു ഒക്കെ ആയിട്ട്. നെക്സ്റ്റ് ഹിയർ കംസ് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് മധുവാണ്. മധുവിന് കിട്ടിയ ടാസ്ക് വളരെ റൊമാൻറ്റിക്കായിട്ട് ഒരു ചായ ഇടാനാണ് പറഞ്ഞത്. അവൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തു, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഫുൾ എനിക്ക് ഇടണം എന്നുണ്ട്, പക്ഷേ പാട്ടിൻ്റെ കൂടെ ഭംഗിയുള്ളൂ. പക്ഷെ അതെനിക്ക് കോപ്പറേറ്റ് വരും. അവൻ നല്ല ഭംഗിയായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് ചെയ്തു. പിന്നെ ഞങ്ങളുടെ കുറേ മെമ്മറീസൊക്കെ അവർ കാണിച്ചു തന്നു. നമ്മളോട് നേരത്തെ കളക്ട് ചെയ്തിരുന്നു ഇവർ കുറേ വീഡിയോസും
കാര്യങ്ങളും എല്ലാം. സോ അതൊക്കെ വെച്ച് തന്നെ നമ്മുടെ MPA സ്റ്റുഡൻസ് എന്താ പറയുക, ഒരു നമ്മുടെ പഞ്ചവത്രം MPA അവരുടെ ക്ലാസ്, നമ്മുടെ വർക്ക്ഷോപ്സ്, നമ്മൾ ഓരോ സ്ഥലത്ത് പോയത്, നമ്മുടെ ഡെസേർട്ടേഷൻ എല്ലാം കൂടെ വെച്ച് അവരൊരു വീഡിയോ ഉണ്ടാക്കി തന്നു. ഇവരൊക്കെ ആയിരുന്നു നമ്മുടെ എന്താ പറയുക ഈ ഫെയർവെൽ പ്ലാൻ ചെയ്തത്. ഭാഗ്യ ആൻഡ് അനഘ അവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഡാൻസ് കളിക്കുന്നത്. ആൻഡ് അവരുടെ ക്ലാസ്സുകാരാണ് ബാക്കിലിരിക്കുന്നത്. ഇത് നമ്മുടെ MPAയിലെ കുച്ചിപ്പുടി ടീമാണ്. അവർ കുച്ചിപ്പുടി ഭരതനാട്യം. അവർ ഭയങ്കരമായിട്ട് നമ്മുടെ മലയാളി പാട്ട് വന്നപ്പോൾ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ നമ്മൾ നേരെ ഞങ്ങൾക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. ഇത് നമ്മുടെ കോളേജിലെ മെസ്സാണ്, ഇത് ബോയ്സ് മെസ്സാണ്. ഞാൻ പണ്ട് സ്പിക്മാക്കൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്കിവിടെ തന്നെയായിരുന്നു ലഞ്ച്. ഒരു പുലാവ് ഉണ്ടായിരുന്നു, പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു, ഗോബി റൈസ്, പപ്പട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ എന്താ ഗുലാബ് ജാമുൻ കിട്ടാണ്ട് പണങ്ങി പോവാണ്. എനിക്ക് പിന്നെ കിട്ടി ഗുലാബ് ജാമുൻ. പിന്നെ എനിക്ക് റോസാപ്പൂ കിട്ടിയിരുന്നു, അതും വാങ്ങിച്ചു. ഇത് മാളു ഗ്ലാസ്സൊക്കെ ആയിട്ട് വളരെ വൈബ് ചെയ്ത് മാളു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഷ്ടപ്പെട്ട് കറണ്ടില്ലാതെ സ്ട്രെയിറ്റ് ചെയ്യാതെ ഒരുങ്ങിക്കെട്ടി വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണല്ലോ. സോ എനിക്കങ്ങനെ മുടി സ്ട്രെയിറ്റ് ചെയ്യാത്തതുകൊണ്ടൊരു വിഷമമായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഫ്രണ്ട് ശ്രുതിനെ കൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അങ്ങനെ കുറച്ച് അവൾക്ക് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. എൻ്റെ ഒരു അനിയത്തിക്കുട്ടി ഹോസ്റ്റലിൽ ലൂസ് മോഷനായിട്ട് കിടക്കുമായിരുന്നു. രശ്മി എന്നെ കൊല്ലരുത് കേട്ടിട്ട് അവളെ പോയി കണ്ട് അവൾക്കൊരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് എൻ്റെ റൂമിലേക്ക് പോയി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു, ബൈ, ലവ് യു, ബൈ.